വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ബ്രെഡ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്നാക്കാണിത്. ചായക്കൊപ്പം കഴിക്കാൻ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അധിക സമയമൊന്നും വേണ്ട ഈ സ്നാക്ക് തയ്യാറാക്കാൻ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പാത്രമെടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരടിപൊളി സ്നാക്കാണ്. ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയെല്ലാം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതൊരു സൈഡിൽ മാറ്റി വെക്കാം. പിന്നെ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ബ്രെഡാണ്. ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ ബ്രെഡ് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. അതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാനായി തുടങ്ങാം. ആദ്യം തന്നെ ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്ത് അത് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് മാറ്റി വെക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബ്രെഡിൻ്റെ പീസസ് എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ അതൊരു സൈഡിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച ബ്രെഡിൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടിൽ വേണം ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ മാറി വരും. ഇപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. തിരിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊന്നും ഒട്ടും കുടിക്കാതെ നമുക്ക് സൂപ്പർ ടേസ്റ്റിയായ ഒരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്നാക്കാണിത്. പെട്ടെന്ന് വീട്ടിൽ ഒരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരടിപൊളി സ്നാക്കാണ്. കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അങ്ങനെ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്കെല്ലാം ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും സ്നാക്കാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കഴിക്കും. അത്രയും ടേസ്റ്റാണ് ഈ സ്നാക്കിന്. വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. നമുക്ക് ഈ സ്നാക്ക് മയോണീസിൻ്റെ കൂടെയോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. അത് രണ്ടുമില്ലെങ്കിൽ അല്ലാതെയും നമുക്ക് ഈ സ്നാക്ക് കഴിക്കാം. എങ്ങനെ കഴിച്ചാലും സൂപ്പർ ടേസ്റ്റാണ്. ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം കമൻറ്റിൽ പറയണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ബൈ.